നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആരോഗ്യക്ഷേമ പദ്ധതികളെ കുറിച്ചിട്ടാണ്. അതായത് 2025 കേരള PSC ഈ ആരോഗ്യക്ഷേമ പദ്ധതികളായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് നോക്കാൻ പോവുകയാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. PSC ചോദിക്കുമെന്ന് ഉറപ്പുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടോപ്പിക്ക് നമ്മൾ നോക്കാതെ പോകുന്നത് മോശമാണ്. ഇപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാം വരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിലെ ചോദ്യങ്ങളെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? അത് ഓപ്ഷൻ ബി ആണ്, കൂട്ട്. എന്താണ്? ഓപ്ഷൻ ബി, കൂട്ടെന്ന് പറയുന്ന പദ്ധതിയാണ് കേരള പോലീസ് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച പദ്ധതി. ഇനി ബാക്കി 3 ഓപ്ഷൻസ് കണ്ടോ? ചിരി, തുണ, ഹോപ്പ്. ഇത് മൂന്നും കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ, ചിരി. ചിരി എന്ന് പറഞ്ഞ് എന്തിനാണ്? കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി എന്ന് പറയുന്നത്. ചിരി എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിരിച്ച് കഴിയുമ്പോൾ മാനസിക സമ്മർദ്ദമൊക്കെ കുറയുമല്ലേ. അപ്പോൾ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി എന്ന് പറയുന്നത്. ഈ തുണ എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ സേവന പോർട്ടലിൻ്റെ പേരാണ്. കേരള പോലീസിൻ്റെ ഓൺലൈൻ സേവന പോർട്ടലിൻ്റെ പേരാണ് തുണ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ ഹോപ്പ് എന്ന് പറയുന്നത് SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഹോപ്പ്. അപ്പോൾ എല്ലാം ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ ചോദ്യം, സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? അപ്പോൾ ഇവിടെ ഒരു പദ്ധതിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഈ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പ്രതിവർഷം ഒരു തുക അനുവദിച്ച് കിട്ടുന്നുണ്ട്. ആ തുക എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. പ്രതിവർഷം 5 ലക്ഷം രൂപയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പ്രതിവർഷം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നമ്മുടെ 3ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ ബി ആണ്, വയോമധുരം. വയോമധുരം എന്താണ്? BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയുടെ പേരാണ് വയോമധുരം. അപ്പോൾ സാമൂഹ്യനീതി വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത്. ബാക്കി 3 ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കോ. വയോമിത്രം എന്താണെന്ന് നോക്കാം. വയോമിത്രം എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ മരുന്നുകളും പരിശോധനയും നൽകുന്ന ഒരു മൊബൈൽ ക്ലിനിക്ക് പദ്ധതിയാണ്. വയോമിത്രം എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് മരുന്നുകളും പരിശോധനയൊക്കെ നൽകുന്ന ഒരു മൊബൈൽ ക്ലിനിക്കാണ് വയോമിത്രം എന്ന് പറയുന്നത്. മന്ദഹാസം എന്താണ്? BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് കൃത്രിമ പല്ല് വെച്ച് നൽകുന്ന പദ്ധതി. മന്ദഹാസം എന്താണ്? BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് കൃത്രിമ പല്ല് വെച്ച് കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് മന്ദഹാസം. ഇനി വയോ അമൃതം എന്താണ്? സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളായ വയോജനങ്ങൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. സാമൂഹ്യനീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വയോ അമൃതം എന്താണ്? സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളായ വയോജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം. 3 പദ്ധതികൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് ഇതിലെ ഓപ്ഷൻ 2 ആരോഗ്യം അമൃതമാണ് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ഇപ്പോൾ ഒരു ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. എന്താണ്? അമൃതം ആരോഗ്യം ഒരു ജീവിതശൈലി
രോഗനിയന്ത്രണ പദ്ധതിയാണ്. കിട്ടിയില്ലേ? 5-ാമത്തെ ചോദ്യം, ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർദ്രമാണ്. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് ആർദ്രം. അടുത്തത് 6-ാമത്തെ ചോദ്യമാണ്, കോളേജ് വിദ്യാർത്ഥിനികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പദ്ധതി എന്താണ്? അത് ഓപ്ഷൻ ഡി ആണ്, ജീവനി. ജീവനി എന്താണ്? കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയുടെ പേരാണ് എന്ത്? ജീവനി എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നമ്മുടെ 7-ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയുടെ പേരെന്താണ്? അത് ഓപ്ഷൻ ബി ആണ്, മിഠായി. മിഠായി ആണ് എന്ത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നത് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. ബാക്കി ഓപ്ഷൻസിൽ ഹൃദ്യം എന്ന് പറയുന്നത് കുട്ടികളിലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ്. ആർദ്രം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളിലെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും രോഗി സൗഹൃദമാക്കുന്നതിനും വേണ്ടിയുള്ള ആരോഗ്യ വകുപ്പിൻ്റെ മിഷനാണ്. അടുത്തത് നമ്മുടെ 8-ാമത്തെ ചോദ്യമാണ്. ചോദ്യം എന്താണ്? ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? പദ്ധതിയുടെ പേരെന്താണ്? ആരോഗ്യ കേരളം. പദ്ധതിയുടെ പേരെന്താണ്? ആരോഗ്യ കേരളം. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഉദ്ദേശം? അത് ഉത്തരം ഓപ്ഷൻ സി ആണ്, ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ആരോഗ്യ കേരളം പദ്ധതി കൊണ്ട് നമ്മുടെ കേരള സർക്കാർ ഉദ്ദേശിക്കുന്നതൊക്കെ. ആരോഗ്യ കേരളം എന്താണ്? ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ആരോഗ്യ കേരളം. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി? എന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ. എന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ എന്നതാണ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി. അപ്പോൾ നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. തെളിനീരൊഴുകും നവകേരളം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. അതെന്തിനാണ്? ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കുന്നതിനായി നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച ക്യാമ്പയിനാണ് തെളിനീരൊഴുകും നവകേരളം. ഇനി ജൽജീവൻ മിഷൻ എന്താണ്? എല്ലാ വീടുകളിലും പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. 9 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത്, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ്? എന്താണ് ചോദ്യം? ചോദ്യം എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി. ആ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സുഭിക്ഷ കേരളം. അല്ലേ? നമുക്കത് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സുഭിക്ഷ കേരളമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര്. ബാക്കി 3 ഓപ്ഷൻസിൽ ആശ്വാസകിരണം ഉണ്ടായിരുന്നു. ആശ്വാസകിരണം എന്താണ്? പൂർണ്ണമായും കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണല്ലേ. രോഗികളെ പരിചരിക്കുന്നവർക്ക് ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. സ്നേഹസാന്ത്വനം എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസമേഖല നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. പിന്നെ ലൈഫ് മിഷൻ എന്താണ്? ഭൂരഹിതരും ഭവനരഹിതരുമായ എല്ലാവർക്കും സുരക്ഷിതമായ വീട് നൽകുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. 3 മനസ്സിലായില്ലേ? കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി എല്ലാവർക്കും അറിയാം അല്ലേ? കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മൃതസഞ്ജീവനി. എന്താണ്? മൃതസഞ്ജീവനി. അടുത്ത ചോദ്യം,
കേരള സർക്കാർ തുടക്കം കുറിച്ച അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതും ബേസ് സ്ഥിരം ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. അശ്വമേധം പദ്ധതി ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ? കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് അശ്വമേധം. കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അവയവദാന പദ്ധതിയുടെ പേര്. കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അവയവദാന പദ്ധതി ഏതാണ്? അത് മൃതസഞ്ജീവനിയാണ് അല്ലേ? മൃതസഞ്ജീവനി. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്. കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ്. മന്ദഹാസം പദ്ധതി എന്താണ്? വയോജന സംരക്ഷണമാണ്. അതായത് വയോജനങ്ങൾക്ക് സൗജന്യമായി കൃത്രിമ പല്ല് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് അല്ലേ? മന്ദഹാസം പദ്ധതി. അപ്പോൾ ഇതെന്താണ്? വയോജന സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് മന്ദഹാസം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുണ്ട്. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരെയാണ് സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ എവിടെയാണ്? സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് വയോ അമൃതം. വയോ അമൃതം അല്ലേ? നമ്മളത് പറഞ്ഞായിരുന്നു. ഇനി 18ാമത്തെ ചോദ്യം. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടിക വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? മില്ലറ്റ് വില്ലേജ് പദ്ധതി. എന്താണ്? ഓപ്ഷൻ എ ആണ്. മില്ലറ്റ് വില്ലേജ് പദ്ധതിയാണ് അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടിക വികസന വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി. അത് 19ാമത്തെ ചോദ്യമാണ്. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? അത് അനുയാത്രയാണ്. അനുയാത്ര എന്താണ്? കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടിയാണ് അനുയാത്ര. 20ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവരിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? താഴെ 4 പദ്ധതികൾ പേര് തന്നിട്ടുണ്ട്. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. ഇത് 4ഉം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ദി എബോവ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.